കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു 1-2 മണിക്കുള്ളിൽ തന്നെ ഞാൻ രേവതിയുടെ സച്ചിയുടെ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിലെ വിശേഷം ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാരും മറക്കാതെ കയറി കാണണം കേട്ടോ. അപ്പൊ ഇന്നലെ ഉച്ചയ്ക്ക് നമ്മൾ കണ്ടു രവീന്ദ്രൻ ലേബർ കോർട്ടിൽ നിന്ന് അനുകൂലമായി വിധിയൊക്കെയാണ് വരുന്നത്. അപ്പൊ ഈ സന്തോഷം പങ്കിടാനായിട്ട് കലാവതി മുത്തശ്ശിനെ വിളിക്കുന്നുണ്ട്. അങ്ങനെ കലാവതി മുത്തശ്ശിനെ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ രവീന്ദ്രൻ പറയാണ്. പിന്നീട് മുത്തശ്ശി സച്ചിയോട് സംസാരിക്കുന്നുണ്ട്. ഈ സമയത്ത് പറഞ്ഞു, അതേ നിനക്ക് എത്രയും പെട്ടെന്നൊരു കുഞ്ഞുണ്ടാവണം, ആ രേവതിയെ പോലെ ഒരു മഹാലക്ഷ്മിയെ പോലെ ഒരു കുഞ്ഞുണ്ടാവണമെന്ന് പറയാം. ഇത് കേട്ടപ്പോ സച്ചി എന്ത് ചെയ്യുക, സച്ചി പറഞ്ഞു അതച്ചമ്മേ, അല്ലെങ്കിൽ തന്നെ നിറയെ കടമുണ്ട്, ആ കടത്തിനിടയ്ക്ക് ഒരു കുഞ്ഞ്, അതൊന്നും ശരിയാകത്തില്ല, അതൊക്കെ വലിയ ബാധ്യതയൊക്കെയാന്ന് പറയുക എന്ന് പറഞ്ഞ് കുറെ ഡയലോഗൊക്കെ അടിക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ രേവതിക്ക് വല്ലാത്ത വിഷമം. രേവതിയാണെങ്കിൽ സങ്കടത്തോടെ മുറിയിലേക്ക് അങ്ങോട്ട് കയറി പോവാ. അങ്ങനെ മുറി പോയിരിക്കുക. പിന്നീട് സച്ചി മുറിയിലേക്ക് അങ്ങോട്ട് കടന്നു വരുന്നേ. അങ്ങനെ സച്ചി വന്നപ്പോ രേവതി ഇങ്ങനെ മൈൻഡ് ചെയ്യാതിരിക്കുകയാണ്. അപ്പൊ സച്ചിക്ക് മനസ്സിലായി എന്തോ ഒരു കാര്യമുണ്ട്. എന്താ രേവതി, ഇതിന്റെ മുഖം എന്തോ കടന്നൽ കുത്തി പോലെ ഇരിക്കണേ നിൽക്കും. ഒന്നുമില്ല, എന്തോ കാര്യമായിട്ടുണ്ടോ? ഓ, ഞാൻ അച്ഛമ്മയോട് അങ്ങനെയൊന്നും പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ലായിരിക്കും അല്ലേന്ന് ചോദിക്കുക. അതെ അതെ, ഇഷ്ടപ്പെട്ടില്ല. കുഞ്ഞുങ്ങളുണ്ടാകുന്ന കാര്യം പറഞ്ഞപ്പോ എന്താ പറഞ്ഞേ? എനിക്ക് നിറയെ കടമുണ്ട്, അതുകൊണ്ട് ഇപ്പൊ കുഞ്ഞുങ്ങളൊക്കെ വേണ്ടാന്ന്. അതെ, കുഞ്ഞുങ്ങളെ ദൈവം തരുന്ന ദൈവത്തിന്റെ ഒരു വരദാനം എന്ന് പറയാം. ഇത് കേട്ട സച്ചി പറഞ്ഞു, അല്ലെന്ന് ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞെന്താ, എനിക്കിപ്പം ഇത് ഇഷ്ടം പോലെ കടങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പൊ ഒരു കുഞ്ഞിനെ പോറ്റാനുള്ള പ്രാപ്തിയും കൂടെ എനിക്കില്ലാന്ന് തോന്നുവാന്നൊക്കെ സച്ചി പറയണം. ഇതേടൊപ്പം രേവതി പറഞ്ഞു, അത് മാത്രമാണോ പറഞ്ഞേ? പെണ്ണുങ്ങൾ ശരിയല്ലാത്തതുകൊണ്ടാ, അല്ലെങ്കിൽ പെണ്ണുങ്ങൾ ഭയങ്കര വഴക്കാളി ആയതുകൊണ്ടാ പെണ്ണുങ്ങളെ 2 വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നത്, പ്രശ്നക്കാരായതുകൊണ്ട്. കാരണം ജനിച്ച് കുറെ കാലം കല്യാണം വരെ ഒരു വീട്ടിലും പിന്നെ അതിനുശേഷം ഭർത്താവിന്റെ വീട്ടിലും അവർ പ്രശ്നക്കാരായതുകൊണ്ടാന്നല്ലേ പറഞ്ഞത്. ഇതോട് സച്ചി പറഞ്ഞു, ഞാൻ പറഞ്ഞാലും എന്താ തെറ്റിരിക്കുന്നത്? അതിനകത്ത് എന്തൊരു തെറ്റുണ്ട് നിൽക്കും. പിന്നെ തെറ്റില്ല പോലും. എനിക്കിപ്പോ തോന്നുന്നത് എന്താണെന്നറിയാവോ, ശരിക്കും പറഞ്ഞാലേ ആണുങ്ങളെ പ്രശ്നക്കാര്, അതുകൊണ്ടാ ഈ പെമ്പിള്ളേർക്ക് 2 വീട്ടിലേക്ക് പോകാൻ പറ്റുന്നത്. ആണുങ്ങളുടെ കൂടെ നിൽക്കാൻ പറ്റില്ലാത്തതുകൊണ്ട്. മനസ്സിലായെന്ന് ചോദിക്കുക. അങ്ങനെ അവർ രണ്ടുപേരും ആ പ്രശ്നം പറഞ്ഞുകൊണ്ട് 2 പേരും കൂടെ വഴക്കുണ്ടാക്കുന്നുണ്ട്. അവസാനം സച്ചി പറഞ്ഞു, നീ എന്തിനു രേവതി ഇങ്ങനെയൊക്കെ പറയണേ? ഞാൻ അച്ഛമ്മയോട് അങ്ങനെയൊന്നും പറഞ്ഞു പോയി, അതെന്നോട് ക്ഷമിക്ക്. അതിപ്പം ലോകത്തുള്ള എല്ലാ വീട്ടിലും സംഭവിക്കുന്ന കാര്യമല്ലേ. കല്യാണം കഴിയണം, കല്യാണം കഴിഞ്ഞ് പെണ്ണ് വേറെ വീട്ടിലേക്ക് പോകുന്നു പറയാം. അതിപ്പോ ഉള്ള കാര്യമല്ല, ഞാൻ പറഞ്ഞേന്ന് വെക്കും. അതിന് ഇങ്ങനെയാണോ പറയുന്നത്? പെൺകുട്ടികൾ പ്രശ്നക്കാരായതുകൊണ്ടാ അങ്ങനെയൊക്കെയാണോ പറയണേന്ന് വെക്കും. അല്ല, ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞല്ലേ നിൽക്കും. പിന്നെ അഭിപ്രായം പോലും എന്നും പറഞ്ഞ് സച്ചിയോട് രേവതി വഴക്കുണ്ടാക്കുവാണ്. പിന്നീട് സച്ചി അതൊക്കെ പോട്ടെ, ബാ നമുക്ക് കിടക്കാന്ന് പറയണം. അങ്ങനെ കിടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം രേവതി ചോദിച്ചു, അല്ല കിടക്കാൻ പോകുമ്പം പേടിയില്ലേന്ന് ചോദിക്കാം. എന്തിനാ? അല്ല ഇപ്പൊ ഉടനെ കുഞ്ഞുങ്ങളൊന്നും വേണ്ടെന്നല്ലേ പറഞ്ഞേ? അച്ഛമ്മയോട് അങ്ങനെ തന്നെ പറയുന്ന കേട്ടല്ലോ. കാറിന്റെ പൈസ അടയ്ക്കണം, അങ്ങനെ 100 കൂട്ട് പ്രശ്നങ്ങളല്ലേ പറഞ്ഞേ, അപ്പൊ കുഴപ്പമില്ലേന്ന് ചോദിക്കും. ഇത് കേട്ടതും സച്ചി ഒന്ന് ചമ്മി. സച്ചി പറഞ്ഞു, എന്നാ കുഴപ്പമില്ല, ഞാൻ താഴെ കിടന്നോളാം, നീ ബെഡേ കിടന്നോളാം പറയാണ്. രേവതിക്ക് സത്യം പറഞ്ഞ ചിരി വന്നു. പക്ഷെ രേവതി ഒന്നും മിണ്ടിയില്ല. പിന്നീട് സച്ചി പായിട്ട് തറയിലേക്ക് അങ്ങോട്ട് കിടക്കുവാണ്. രേവതി മുകളിലും കിടന്നു, ബെഡേലും കിടന്നു. രേവതിക്കും കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. സച്ചി ഇങ്ങനെ കണ്ണു തുറന്ന് നോക്കുക രേവതിനെ. അങ്ങനെ 2 പേരും പരസ്പരം ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുക. കുറെ സമയം നോക്കി കഴിഞ്ഞപ്പോഴത്തേന് സച്ചി പറഞ്ഞു, എന്തൊരു കഷ്ടമാന്ന് നോക്കണേ. എന്താ? അല്ല ഞാനിപ്പോ പറഞ്ഞായിരുന്നു പെൺകുട്ടികൾ പ്രശ്നക്കാരായതുകൊണ്ടാ 2 വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നതെന്ന്. ശരിക്കും പറഞ്ഞാൽ അതല്ലായിരുന്നു വേണ്ടേ. ഈ ദൈവം ശരിക്കും മനുഷ്യനായിട്ട് അങ്ങോട്ട് പിറക്കണമായിരുന്നു. അതെ, മനുഷ്യനായിട്ട് പിറന്നിട്ടേ ഈ മനുഷ്യന്റെ കഷ്ടപ്പാട് എന്താന്ന് മനസ്സിലാക്കണം. പ്രത്യേകിച്ച് ആണുങ്ങളുടെ കഷ്ടപ്പാട് എന്താന്ന് മനസ്സിലാക്കണം. ഒരു പെണ്ണിനെ മേയ്ക്കാന്ന് പറഞ്ഞാൽ അത് നിസ്സാര കാര്യമല്ലെന്ന് പറയും. ഇത് കേട്ടപ്പോ രേവതിക്ക് ഒന്നുകൂടെ ദേഷ്യം. ഓഹോ, അതപ്പോ ആ പ്രശ്നം ഇതിനായിട്ടും വിട്ടില്ലല്ലേ. കാണിച്ചു തരാൻ രേവതി എന്ത് ചെയ്യണം, അവിടെ എടുത്ത് തലവേണ എടുത്ത് സച്ചിക്കിട്ട് അടിക്കുകയാണ്. പിന്നീട് സച്ചി തന്റെ തലവേണ എടുത്ത് രേവതിക്കിട്ട് അടിച്ചു. അങ്ങനെ അവർ 2 പേരും അവിടെ കിടന്ന് അടി ഉണ്ടാക്കണം തലവേണയും കൊണ്ട്. തമാശ വെറുതെ കാണിക്കുന്നതാണ്. അങ്ങനെ 2 പേരും കൂടെ ജോളി അടിക്കുന്ന സമയത്താണ് ചന്ദ്രമതി മുറിയുടെ വെളിയിൽ കൂടെ അങ്ങോട്ട് പോകുന്നത്. ചന്ദ്രമതി നോക്കിയാൽ മുറിക്കകത്തത് ഭയങ്കര ചിരിയും ഒച്ചപ്പാടും ബഹളമൊക്കെ. അപ്പൊ സച്ചി ദേഷ്യപ്പെട്ട ആളും കയറിപ്പോയത് സച്ചിൻ രേവതിയും കൂടെ. ഇവർ ഇത്ര പെട്ടെന്ന് കൂട്ടായോ? അങ്ങനെ ഒരു ചിന്ത ചന്ദ്രമതിയുടെ ഉള്ളിലുണ്ടാവുന്നുണ്ട്. എന്റെ ഭഗവാനെ, ഇങ്ങനെ പോയ കാര്യങ്ങളൊക്കെ അവതാളത്തിലാവും തോന്നേ. പിന്നെ കുറെ സമയം കൂടെ ചന്ദ്രമതി റൂമിന് വെളിയിൽ തന്നെ നിൽക്കുക. ഈ സമയം സച്ചി പറഞ്ഞു, അതെ എന്റെ കൈ വേദന എടുക്കുന്നുണ്ടെന്ന് പറയണ കൈയൊക്കെ. അപ്പൊ രേവതി പറഞ്ഞു, പിന്നെ എന്നും പറഞ്ഞിട്ട് രേവതി അടിക്കുകയാണ്. ദേ ഞാൻ മടുത്തു വിട്ടാന്ന് പറഞ്ഞ് രേവതി അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും പടയും കൂടുന്ന കണ്ടപ്പോ ചന്ദ്രമതി തെറ്റിദ്ധരിച്ചു. ചന്ദ്രമതി, ദൈവമേ, ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ രേവതി എന്നെ ആദ്യം പ്രസവിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. അതൊരു കാരണവശാലും പാടില്ല. ഇപ്പൊ എന്താ ചെയ്യുന്നേ? ഒരു കാര്യം ഉറപ്പായി, ഇവര് നമ്മളുടെ ശാന്തി മുഹൂർത്തമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പണ്ടത്തെ പോലെ ഒന്നുമല്ല, ഇവര് തമ്മിൽ ഭയങ്കര അടുപ്പാ. എന്തായാലും പോംവഴി ഉടനെ കണ്ടെത്തിയാൽ മതിയാവുള്ളൂ, അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും ശരിയാവത്തില്ല.
അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ അതിലൂടെ ഇങ്ങനെ വട്ടവും നീളം നടക്കുവാണ്. അപ്പോഴാണ് ശ്രുതി അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. ശ്രുതി വെള്ളം എടുക്കാണ്ട് ജഗ്ഗൊക്കെ ആയിട്ട് വന്നാ. അല്ല ശ്രുതി മോളെ, നീ എന്താ അങ്ങോട്ട് പോവാ? ഞാൻ വെള്ളം എടുക്കാൻ വന്ന ആന്റി എന്ന് പറയണം. ആണോ? ശ്രുതി എന്തേ? ശ്രുതി ഉറങ്ങിയെന്ന് പറയണം. ഉറങ്ങിയോ? അതിന് സമയമൊന്നും ആയല്ലോ, മണി 10 ആയുള്ളൂ. അതെന്താ അതെന്താന്ന് വെച്ചാൽ ശ്രുതിക്ക് നല്ല ക്ഷീണമുണ്ട്, കാർഷോമരയിലേക്ക് പോയിട്ട് വന്നതിന് ശേഷമേ. അതുകൊണ്ട് ശ്രുതി നേരത്തെ കിടന്ന് ഉറങ്ങിയെന്ന് പറയാം. ഇത് കേട്ടും ചന്ദ്രവിയുടെ മനസ്സിലൊരു ഇടുത്തി വിട്ടി. എന്റെ ഭഗവാനെ, അവനിങ്ങനെ നേരത്തെ കിടന്ന് ഉറങ്ങിയാൽ എന്ത് ചെയ്യും എന്നൊരു ചിന്തയുണ്ടായത്. അല്ല മോളെ, അവിടെ നിന്ന് എനിക്കൊരു കാര്യം പറയാണ്ടെന്ന് പറയാം. എന്താ? ഞാൻ മോളോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ ആന്റി, എന്താ കാര്യം എന്ന് ചോദിക്കാം. അല്ല, ഉടനെ തന്നെ മോള് ഈ വീട്ടിലേക്ക് ഒരു കുഞ്ഞിക്കാലിൽ കാണാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അല്ല, ഉടനെ തന്നെ ഈ വീട്ടിലേക്ക് ഒരു കുഞ്ഞു പിറക്കണം. അത് നിങ്ങളുടെ കുഞ്ഞാണെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടെന്ന് പറയാം. പെട്ടെന്ന് ശ്രുതി പറഞ്ഞു, അതെനിക്ക് അറിയാന്ന് പറയണം. എന്റെ മോളെ, ഇതേ അവൻ ഇങ്ങനെ നേരത്തെ കിടന്ന് ഉറങ്ങും, അറിയാലോ, എത്രയും പെട്ടെന്ന്. അല്ലെങ്കിൽ മിക്കവാറും നിങ്ങളെ കടത്തി വെട്ടു എന്ന് പറയണം ആ രേവതി സച്ചി. ഇത് കേട്ടപ്പോൾ ശ്രുതിക്ക് എന്തോ ഒരു വല്ലായ്മ തോന്നി. ശ്രുതി പെട്ടെന്ന് അങ്ങോട്ട് പോവാണ്. ചന്ദ്രമതി ഓർത്ത് ഇനി ഇപ്പൊ എന്ത് ചെയ്യും, ആകെപ്പാടൊരു അസ്വസ്ഥത. പിന്നീട് ചന്ദ്രമതി പോയി കിടക്കുവാണ്. കിടന്നിട്ടൊന്നും ചന്ദ്രമതിക്ക് ഉറക്കം വരുന്നില്ല. എന്ത് ചെയ്യണം എന്നറിയത്തില്ല. ഇനിയിപ്പം അവറ്റകൾക്ക് രണ്ടുപേർക്കും ആദ്യം കുഞ്ഞുണ്ടായിട്ടാണെങ്കിൽ ചിന്തിക്കുന്നതിന് അപ്പുറമായിരുന്നു. അങ്ങനെ ആലോചിച്ച് ഒരു തീരുമാനം എടുക്കുകയാണ്. പിന്നീട് ബാമേനെ വിളിക്കുക. ബാമനെ വിളിച്ചിട്ട് ചോദിച്ചു, നീ എന്തെടുക്കുക? അതെ, ഞാൻ ടെക്സ്റ്റൈൽ ഷോപ്പിലെ തുണി പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറയണേ. ഈ സമയത്ത് ഈ രാത്രി 1 മണിക്കാ. അത് രാത്രി 1 മണിക്ക് നിനക്ക് എന്താ ചെയ്യുന്ന അറിയാവോ? ചന്ദ്രമതി ചോദിക്കും. എല്ലാവരും ഉറങ്ങും. അന്ന് അത് തന്നെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പാതിരാത്രി 1 മണിക്ക് വിളിച്ചിട്ട് അവള് വിശേഷങ്ങൾ തിരക്കണമെന്ന് പറയാം. എന്താ നിനക്കൊന്നും ഉറക്കമില്ലേ ചന്ദ്രനെ ചോദിക്കാണ്. അയ്യോ, എനിക്കാണെങ്കിൽ ഉറക്കമേ വരുന്നില്ല. എന്താ കാര്യം? ഒന്നും പറയണ്ട, ഇവിടെ ആകെപ്പാടെ പ്രശ്നം എന്ന് പറയും. പ്രശ്നം എന്താ കാര്യം? ആ രേവതി സച്ചി ഉണ്ടല്ലോ, അവര് തന്നെ പ്രശ്നം എന്ന് പറയും. അവര് വീണ്ടും അടിയായോ? അതാണ് പ്രശ്നം. അടിയായതല്ല, അവര് വീണ്ടും ഒന്നായെന്ന് പറയണ. ഒന്നായോ? അതെ, അവരുടെ ശാന്തി മുഹൂർത്തമൊക്കെ കഴിഞ്ഞെന്ന് തോന്നേ. ചന്ദ്ര, അത് നല്ല കാര്യമല്ലേ, അവർ രണ്ടുപേരും ഒന്നാന്നേ. സാധാരണഗതിയിലെ വീട്ടിൽ അടി ഉണ്ടാക്കുമ്പോഴല്ലേ എല്ലാവർക്കും ബുദ്ധിമുട്ട്. അതല്ല പ്രശ്നം. അതിങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ അവർക്കൊരു കുഞ്ഞു പിറക്കുമെന്ന് പറയാം. അതിനിപ്പോ എന്താ? അതല്ല, ശ്രുതിക്കും കുഞ്ഞുണ്ടാകുന്നതിന് മുമ്പ് തന്നെ അവർക്ക് കുഞ്ഞുണ്ടായിട്ടുണ്ടെങ്കിലേ എനിക്കത് സഹിക്കാൻ പറ്റില്ലെന്ന് പറയണോ? ഓ അങ്ങനെ ആ കാര്യം. അതെ, പണ്ടത്തെ പോലെ ഒന്നുമല്ല, ഇപ്പൊ അവര് തമ്മിൽ ഭയങ്കര സ്നേഹത്തിലാന്ന് പറയാം. ഇത് കേട്ടതും ബാം പറഞ്ഞു, നല്ല കാര്യമല്ലേ, അവര് സ്നേഹിക്കട്ടെ എന്ന് പറയാം. ഇവിടെ ഞാനാണെങ്കിലോ എന്റെ കാര്യം ഒന്ന് ഓർത്ത് വയ്ക്കുക ചന്ദ്രേനിയ. കല്യാണം കഴിഞ്ഞ് വന്ന ഉടനെ എന്റെ മകന്റെ ഭാര്യ മകനെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോയി. ഇപ്പൊ ഞാൻ ഒറ്റത്തേടിയായിട്ട് ഇവിടെ ജീവിക്കുന്നുണ്ടോ? എനിക്ക് എന്ത് വിഷമമാണെന്ന് അറിയാവോ? അതൊന്നും അല്ല പ്രശ്നം. പിന്നെന്താ കുഴപ്പം? അവരെ രണ്ടുപേരെയും എത്രയും പെട്ടെന്ന് വേർപിരിക്കണമെന്ന് പറയാം. പിരിക്കാനോ? നീ എന്തൊക്കെ പറയണം? നിനക്ക് വല്ല ബോധമുണ്ടോ ചന്ദ്രേന്ന് ചോദിക്കും. അതെ, അങ്ങനെ ചെയ്തില്ലെങ്കിൽ ശരിയാകത്തില്ല, കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകില്ലെന്ന് മനസ്സിലായി. ഇത് കേട്ടപ്പോ ബാമ പറഞ്ഞു, എനിക്കറിയാം നിന്റെ ഉള്ളിൽ ഇപ്പൊ എന്താന്ന്, നിനക്ക് പേടിയായി തുടങ്ങിയല്ലേന്ന് ചോദിക്കാം. അതെടി, എന്തെങ്കിലും ഒരു പോംവഴി ഉണ്ടോ? നീയല്ലേ സാധാരണഗതിയിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ പോംവഴി പറഞ്ഞു തരുന്നേ. ഇതിനെങ്കിലും നീ എനിക്ക് ഉത്തരം പറഞ്ഞു തരാൻ പറയാ. ഓ, അതിപ്പം ഞാനിപ്പോൾ ആലോചിച്ചിട്ട് എന്താ ഒരു വഴി. ഇത് ആടിമാസം അല്ലേന്ന് ചോദിക്കും. അതെ, ആടിമാസത്തില് പുതിയതായിട്ട് കല്യാണം കഴിഞ്ഞ് സ്ത്രീയും പുരുഷനും അവരുടെ വീട്ടിൽ മാറി മാറി നിൽക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ? കാരണം പെൺകുട്ടികള് അവരുടെ വീട്ടിൽ 1 മാസം പോയി നിൽക്കണമെന്നല്ലേ പറയാറില്ലേ? അത് ശരിയാണ്. ഒരു കാര്യം ചെയ്യേ, നീ അങ്ങനെ ചെയ്യാൻ പറയാണ്. കാരണം അവരെ പിരിക്കാൻ ഏറ്റവും പറ്റിയ സമയം ഇതാണ്. പിന്നെ ശ്രുതി പ്രഗ്നന്റ് ആയതിനു ശേഷം ഇങ്ങോട്ട് തിരികെ കൊണ്ടുവന്നാൽ മതി എന്ന് പറയാം. അതും കൊള്ളാം, അതും നല്ല ഐഡിയ ഒക്കെയാണ്. പക്ഷെ ഇത് വർക്കൗട്ട് ആവുമോ? നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഈ സമയം ചന്ദ്രമതി കഴിഞ്ഞിടയ്ക്ക് അവളുടെ അമ്മ ഇവിടെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആടിമാസത്തിന് വിളിച്ചോണ്ട് പോകുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ. പക്ഷെ ഞാൻ അത്ര കാര്യമായിട്ട് എടുത്തില്ല. കാരണം എന്ന് വെച്ചാൽ വീട്ടുജോലികളൊക്കെ ചെയ്യാൻ ആരെങ്കിലും വേണ്ടേ? അവള് പോയിട്ടുണ്ടെങ്കിൽ വീട്ടുജോലികളൊക്കെ ആരാ ചെയ്യുന്നേ? ഇപ്പൊ എന്തായാലും നീ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ് നന്നായി. വീട്ടുജോലി ഞാനാളും ചെയ്തോളാം, എന്നാലും എനിക്ക് കുഴപ്പമില്ല. എന്നാ ശരി, ഞാൻ വെച്ചോട്ടെന്ന് ബാമി വയ്ക്കാം. വെച്ചു. അത് പിന്നെ ഇനി ഈ പാതിരാത്രിക്ക് വിളിച്ചിട്ട് എന്നെ ശല്യം ചെയ്യലു കേട്ടോ. എനിക്ക് രാത്രി കിടന്ന് ഉറങ്ങണമെന്ന് പറയാം. പിന്നീട് ചന്ദ്രമതി പോയി കിടക്കുവാണ്. അപ്പൊ ചന്ദ്രമതി ഓർത്തു, ഈ രാത്രി തന്നെ ഞാൻ ലക്ഷ്മീനെ അങ്ങോട്ട് വിളിച്ചാലോ? രേവതിയുടെ അമ്മേനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞാലോ? ഇനിയിപ്പോ ഒന്നും നോക്കാനില്ല. നാളെ നേരം വെളുക്കാനിരിക്കണ്ട. നേരം വെളുത്തിട്ടുണ്ട് ശരിയാകത്തില്ല. നേരം വെളുക്കുമ്പോൾ തന്നെ അവളെ വന്ന് കൂട്ടിക്കൊണ്ട് പോക്കോട്ടെ. അങ്ങനെ ചന്ദ്രമതി രാത്രി തന്നെ ലക്ഷ്മി അമ്മയെ ഫോൺ വിളിക്കുകയാണ്. ഫോൺ വിളിക്കുന്ന സമയത്ത് ലക്ഷ്മി അമ്മ ദൈവം നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പൊ ദേവു പറഞ്ഞു, അമ്മ ഫോൺ ബില്ലടിക്കുന്നതെന്ന് പറയണം. ഈ രാത്രിയിലോ? ഈ പാതിരാത്രി ആരാ ഫോൺ വിളിക്കുന്ന നോക്കി കഴിയുമ്പോഴത്തേനും ചന്ദ്രമതിയാണ്. രേവതിയുടെ വീട്ടിൽ നിന്നാണല്ലോ. ഈ രാത്രിക്ക് എന്താ പോലും എൻ്റെ അമ്മ കോൾ എടുക്കണ്ടെന്ന് പറയണം. ദേ മോളെ, എന്തെങ്കിലും കാര്യത്തിനാന്ന് അറിയത്തില്ലോ, ആ ചന്ദ്രമതിയെ വിളിക്കണേന്ന് പറയാം. എന്നാ ശരി, അമ്മ കോൾ എടുത്ത് സംസാരിക്കാൻ പറയണം. അങ്ങനെ ഫോൺ എടുത്തു. എന്താ ചന്ദ്രമതി, എന്താ രാത്രി വിളിച്ചെന്ന് ചോദിക്കോ? രാത്രി വിളിക്കത്തില്ലേന്ന് ചോദിക്കും. അല്ല, ഈ അസമയത്ത് വിളിച്ചോണ്ടാ ഞാൻ ചോദിച്ചേ.
ഓ, നിങ്ങൾക്ക് ഭയങ്കര അസമയമായിരിക്കും അല്ലേ? അതെനിക്ക് എനിക്ക് ഇപ്പൊ ഫോൺ വിളിക്കാൻ ഞാൻ സമയവും കാലവും നോക്കാമെന്ന് ചന്ദ്രമതി പറയാം. അല്ല, വിളിച്ചതിന്റെ കാരണം മനസ്സിലായില്ല. നിങ്ങളുടെ ഒരു മോളെ കെട്ടിച്ചു വിട്ടിട്ടുണ്ട്, നിങ്ങളോട് തിരിഞ്ഞു പോലും നോക്കുന്നില്ല ലക്ഷ്മിനെ ചോദിക്കാം. അല്ല, ഞാൻ ഇടയ്ക്ക് വരാറുണ്ടല്ലോ, പിന്നെ സമയം തീരെ കിട്ടാത്തോണ്ട്. ഓ, സമയം കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വലിയ ഇന്റർനാഷണൽ കടയിൽ ഇട്ടോണ്ടിരിക്കണമെന്ന് പറയാം. അതല്ല, കടയിൽ അപ്പൊ തിരക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് മാത്രമല്ല, രേവതി ഇടയ്ക്ക് ഇങ്ങോട്ട് വരാറുണ്ടല്ലോ, അതുകൊണ്ടാ പിന്നെ ഞാൻ അങ്ങോട്ട് വരാത്തേന്ന് പറയാം. അല്ല, കല്യാണം കഴിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബാധ്യതയല്ലേ ഒഴിവായോ? നിങ്ങൾക്ക് കുറെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ചെയ്യാനില്ലേന്ന് ചോദിക്കും. ഇത് കേട്ടതും ലക്ഷ്മിയമ്മ കേട്ടു. ലക്ഷ്മിയമ്മ ചോദിച്ചു, എന്ത് ചടങ്ങുകളാ? എനിക്കൊന്നും മനസ്സിലായില്ല എന്തിരുന്ന ചന്ദ്രയെന്ന് പറയാം. അതെ, ആടിമാസമല്ലേ വരാൻ പോന്നേ, നിങ്ങൾക്ക് അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകണമെന്നൊന്നും ഇല്ലേന്ന് ചോദിക്കുക. പെട്ടെന്ന് അവര് പറഞ്ഞു, അല്ല അത് പിന്നെ ഞാൻ അന്ന് വന്നപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചു. മോളെ എനിക്ക് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് പറയാം. അന്നൊരു കാര്യം എത്രയും പെട്ടെന്ന് തന്നെ അവരെ ഒന്ന് കൂട്ടിക്കൊണ്ട് പോകാൻ പറയണം. ഈ രാത്രിയിലോ? ഓഹോ, ഞാനൊരു കാര്യം പറഞ്ഞ ഉടനെ ഇപ്പൊ വരാനാണോ പറഞ്ഞേ? നാളെ നേരം വെളുത്തു കഴിഞ്ഞാൽ വന്നാൽ മതി എന്ന് പറയാം. ശരി, നാളെ നേരം വെളുത്തേയും വരാമെന്ന് പറഞ്ഞിട്ട് ലക്ഷ്മിയമ്മ ഫോൺ വെക്കുവാണ്. ചന്ദ്രമതിക്ക് സന്തോഷമായി. നാളെ നേരം വെളുക്കുമ്പോൾ അവളെ ഈ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ട് പോയിക്കോളും. ഈ സമയം ദേവി ചോദിച്ചു, അല്ലമ്മേ അവര് വിളിച്ചിട്ട് എന്താ പറഞ്ഞെന്ന് ചോദിക്കും. അല്ല, ആടിമാസം അല്ലേ മോളെ വരാൻ പോന്നേ, ആ സമയത്ത് രേവതിനെ ഇവിടെ കൊണ്ട് നിർത്തുന്ന കാര്യം പറയാനായിട്ടാ. അല്ല, അമ്മ എന്തിനെല്ലാം സംഭവിച്ചേ? അവർ ഈ പാതിരാത്രി വിളിച്ച് കഴിയുമ്പോൾ അമ്മ എന്തിനാ ഫോൺ എടുക്കാൻ പോയത്? ദേ, അമ്മയ്ക്ക് കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. ചേച്ചിനെ അങ്ങോട്ട് കെട്ടിച്ചു വിട്ടാൻ നിർത്തണം, നമ്മൾ അവരുടെ അടിമയൊന്നും അല്ലാന്ന് പറയാം. ഈ സമയം ലക്ഷ്മി ഒന്നും മിണ്ടായിരിക്കും മോളെ. നമ്മൾ ദേ, അവൾ രേവതിയല്ലേ അവിടെ പോയി ജീവിക്കുന്നത്, അവൾക്ക് സ്വസ്ഥതയുടെ സമാധാനത്തോടും കൂടി ജീവിക്കണ്ടേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെയാണ് അമ്മ അവർ പെരുമാറുന്നതെന്ന് ചോദിക്കാം. നീ സമാധാനപ്പെട്ടൊന്ന് കിടക്കാൻ പറയാണ്. അങ്ങനെ പിറ്റേ ദിവസം നേരം വെളുത്തു കഴിഞ്ഞപ്പോൾ രേവതി അടുക്കള ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചന്ദ്രമതി അങ്ങോട്ട് വന്നു. ചന്ദ്രമതി വന്നിട്ട് പറഞ്ഞു, നിന്റെ ജോലികളൊന്നും കഴിച്ചിട്ടില്ലേന്ന് ചോദിക്കും. ഇല്ലമ്മ, കുറച്ചുകൂടെ ഉണ്ട്. ഒരു കാര്യം ചെയ്യാം, നീ അരി ഉഴുന്നൊക്കെ അഴിച്ചു വെക്കാൻ പറയണ. അമ്മേ, കുറച്ച് അരച്ച് ഫ്രിഡ്ജിനകത്ത് ഇരിപ്പുണ്ട്, ഇനിയിപ്പോൾ വേണ്ടല്ലോ എന്ന് പറയണം. നിന്നോട് പറയുന്ന അങ്ങോട്ട് അനുസരിച്ചാൽ മതി. അല്ലമ്മ, അതിന് അരി ഉഴുന്നൊന്നും ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടില്ല. അത് അരയ്ക്കുന്നതിന് മുമ്പ് 3-5 മണിക്കൂർ മുമ്പ് വെള്ളത്തിലിടണമെന്ന് പറയാം. അതൊക്കെ ഞാൻ വെള്ളത്തിലിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നീ അരച്ചു വെക്കാൻ പറയാം. അമ്മ, ഇതിന് മാത്രം എന്തിനാ വെള്ളത്തിലിട്ടെ? അതെ, കുറെ ദിവസത്തിന് 2 ആഴ്ചയ്ക്കുള്ളതെന്ന് പറയാം. 2 ആഴ്ചയ്ക്കുള്ളിലോ? അമ്മ, 2 ദിവസത്തോളം ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ മതി. പിന്നെ 2 ദിവസം കഴിയും പിന്നെ നീ വന്ന് അരച്ചു തരുമെന്ന് ചോദിക്കും. അല്ലമ്മ, ഞാനിവിടെ ഉണ്ടല്ലോ, പിന്നെ എന്താ കുഴപ്പം എന്ന് ചോദിക്കുകയാണ്. കാരണം രേവതി അറിഞ്ഞില്ല തന്നെ ഇന്ന് വീട്ടിലേക്ക് പറഞ്ഞു വിടുക എന്നുള്ള കാര്യങ്ങളൊന്നും. ഈ സമയം ചന്ദ്രമതി പറഞ്ഞു, നീ കൂടെ നിന്ന് എന്നോട് ഇങ്ങോട്ട് പറയാൻ വരണ്ട, നിന്നോട് പറയുന്ന ജോലി അങ്ങോട്ട് ചെയ്താൽ മതി എന്ന് പറയാം. അങ്ങനെ രേവതി ആ അടുക്കളപ്പണിയൊക്കെ ചെയ്യുവാണ്. ഈ സമയം ചന്ദ്രമതി ഹാളിലേക്ക് വന്നിട്ട് പറഞ്ഞു, ദേ, ഇവിടെ മൊത്തം പൊടി മാറാലേക്കാണല്ലോ എന്ന് പറയാം. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, നീ ആ ചൂടെടുത്ത് അങ്ങോട്ട് തൂക്കാൻ പറയണം. പിന്നെ ഞാൻ തൂത്തുപോലും. അതെ, എന്നെ കൊണ്ടും പറ്റില്ല എന്ന് പറയും. രേവതി ഉണ്ടല്ലോ, അവള് ചെയ്യട്ടെന്ന് പറയണം. രവീന്ദ്രൻ ചോദിച്ചാൽ രേവതി മാത്രമല്ല ഇവിടെ മരുമോളായിട്ടുള്ള വേറെ ഒരുത്തിയും കൊണ്ടാണ് ശ്രുതി. അവൾക്ക് എന്താ അവളുടെ കയ്യിൽ വളയൂരി പോന്ന് ചോദിക്കാം. പിന്നെ അവളിപ്പോ അടിച്ചു വരാനായിട്ട് അവള് നല്ല ഒന്നാന്തരം ബ്യൂട്ടി പാർലർ ഇട്ടേക്കുക, എന്നിട്ടാണോ പിന്നെ ഈ വീട് അടിച്ചു തൂക്കാൻ പോകുന്നേ? അതെ, അവളെ കൊണ്ട് ഞാൻ അങ്ങനത്തെ പണിയൊന്നും ചെയ്യിക്കില്ലെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ രവീന്ദ്രൻ നല്ല സങ്കടവും ദേഷ്യം വന്നു. കാരണം രേവതിനെ കൊണ്ട് മാത്രം പണിയെടുപ്പിച്ച് തിന്നാനായിട്ട് ചന്ദ്രമതി ഇരിക്കുക എന്നുള്ള കാര്യം പെട്ടെന്ന് ചന്ദ്രമതി പറഞ്ഞു, ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിന്റെ കുത്തിത്തിരിപ്പും കുഞ്ഞായ്മ ഉണ്ടല്ലോ അത് ഇവിടെയും കൊണ്ട് നിർത്തിക്കോണെന്ന് പറയാം. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ലക്ഷ്മിയമ്മയും ദേവും കൂടെ അങ്ങോട്ട് കടന്നു വരുന്നത്. അപ്പൊ അവരെ കണ്ട ഉടനെ രവീന്ദ്രൻ നോക്കുക, ഇവരെന്താ ഇത്ര രാവിലെ വന്നേന്നുള്ള രീതിയിൽ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാം കേട്ടോ. അപ്പൊ എല്ലാവരും മറക്കാതെ കയറി കാണണം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.